ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ SSLC പ്ലസ് ടു എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ പേർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല വിജയം നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസും സ്വിച്ച് വേർഡ്സുകളും ഏഞ്ചൽ നമ്പേഴ്സുമാണ് ഇനി വരുന്ന ഓഡിയോസിലൊക്കെ ഉണ്ടാകുക. അത് ഇന്നൊരു ഓഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇതിൽ പറയുന്ന അഫർമേഷൻ തന്നെ നാളെയും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത ഓഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആവർത്തിച്ച് കേൾക്കുന്നത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഫർമേഷനിലെ അർത്ഥം മനസ്സിലാക്കി അത് നിങ്ങളാണ് എന്നുള്ളൊരു ബോധത്തിൽ തന്നെ സന്തോഷത്തോടു കൂടി ഈ അഫർമേഷൻസ് കേൾക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ അഫർമേഷൻസ് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ഈ അഫർമേഷൻസ് കേട്ട് കേട്ട് ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു 5 അഫർമേഷൻ സെലക്ട് ചെയ്യുക. ഓരോന്നും 11 തവണ വെച്ച് എഴുതാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്വിച്ച് വേർഡ്സും 11 തവണയോ അത് സ്വിച്ച് വേർഡ്സ് കുറച്ച് കൂടുതൽ നമ്പേഴ്സ് ഒരു 21 ടൈംസ് അല്ലെങ്കിൽ ഒരു 28 ടൈംസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾ പറയുന്നു അത്രത്തോളം നല്ലതാണ്. പഠനം നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകാഗ്രതയും അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു ഇഷ്ടവും ഒക്കെ വർദ്ധിക്കും തീർച്ചയായിട്ടും. എന്നാലും നന്നായിട്ട് പഠിക്കാനും കൂടെ ശ്രമിക്കുക. നിങ്ങൾ സമയം നല്ലോണം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയത്തിൻ്റെ ടൈം ടേബിളൊക്കെ തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, എനിക്ക് നല്ല മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന നിമിഷം, റിസൾട്ട് അറിഞ്ഞിട്ട് ആ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ജനിക്കണം. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്കത് നേടിയെടുക്കാനും സാധിക്കും. എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. അമ്മമാരും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ എക്സാമിനെ ചൊല്ലി പേടിക്കുകയൊന്നും ചെയ്യരുത്. അവർക്ക് സാധിക്കും. അവരുടെ കഴിവ് ഉപയോഗിച്ച് അവർക്ക് വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. സമാധാനത്തോടു കൂടി ഇരിക്കുക. നല്ലോണം അവർക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. നല്ലോണം ഉറങ്ങാനുള്ള അവസരം കൊടുക്കുക. അതുപോലെ കുഞ്ഞു കുഞ്ഞ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. വിഷ്വലൈസേഷൻ, നല്ല എക്സാം ഹാളിലെത്തുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു. എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആ എക്സാം ഹാളിൽ നിന്ന് കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ഇറങ്ങുന്നത്. ഇതെല്ലാം അവർക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ അവരുടെ ആത്മവിശ്വാസത്തെ കൂട്ടും. തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്താനായിട്ട് നമ്മൾ പാരൻസ്, അമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാർക്ക് അതിലൊരു വലിയ പങ്കുണ്ട്. അപ്പം നിങ്ങളെ ടെൻഷനാകരുത്. അത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ടെൻഷനാകും. സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. അമ്മമാരും എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും. ഓക്കെ. അതുപോലെ PSC എഴുതുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. നിങ്ങൾക്കൊപ്പം പരീക്ഷ എഴുതുന്നവരുടെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞു എന്ന് വരാം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും, തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹിക്കുന്ന ജോലി നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കുക. എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ 2025, 26 ഞാൻ ഗവൺമെൻറ് സർവീസിൽ കയറിയിരിക്കും എന്ന് തന്നെ പറയുക. ഓക്കെ. അപ്പോൾ ഇത് എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറയട്ടെ, ആത്മവിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ പ്രാക്ടീസുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. ഈ 5 ദിവസം ഈ പ്രാക്ടീസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയാൽ കൂടി നിങ്ങൾ ആവർത്തിച്ചത് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം നമുക്ക് അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അഫർമേഷനിലേക്ക് പോകാം. I strongly believe in myself. 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 I am bright, talented, and successful. 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 I am bright, talented, and successful.
Passing exam is easy for me. 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 I enjoy the subject I am studying. 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 I am focused and concentrated. 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 I am an excellent student. 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 I have a great memory. 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 I will create good study habits. 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 I am confident in my abilities. 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 I stay focused while studying for my exams. I'll stay focused while studying for my exams. I 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 always enjoy my studies. 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 I concentrate easily. 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 I will do my exams well. 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 ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്വിച്ച് വേർഡ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ, മെമ്മറി, ഫോക്കസ്, അതുപോലെ തന്നെ സക്സസ്, ഇതിനെല്ലാം സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡാണ്. നിങ്ങൾ കുറേ തവണ കൂടെ ചാൻറ്റ് ചെയ്യുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു 21 ടൈംസ് എങ്കിലും എഴുതാൻ ശ്രമിക്കുക. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡാണ്. അതുപോലെ ഇത് സക്സസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ് തന്നെയാണ്. നിങ്ങൾക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സ്ലോ കെയർ വിക്ടറി ചാം. 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 ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന സ്വിച്ച് വേർഡ് നിങ്ങൾ എന്നും ഒരു 21 ടൈംസ് പറയാനും എഴുതാനും ശ്രമിക്കുക. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു ഭിത്തിയിൽ, ആ ടേബിൾ ഇട്ടിരിക്കുന്നതിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ ഇത് നല്ലോണം ഒന്ന് വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ ബ്ലൂ കളർ പെന്ന് കൊണ്ട്, സ്കെച്ച് പെന്നായിരുന്നാലും ഓക്കെ, വളരെ നിങ്ങളുടെ കണ്ണിലേക്ക് അത് നല്ലോണം പതിയുന്ന രീതിയിൽ അത് എഴുതി ഒന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള അഫർമേഷൻസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. എന്തായാലും ഫസ്റ്റ് ഡേ ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ഏകാഗ്രതയോടുകൂടി കേൾക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി അതാണ് നിങ്ങളെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതാണ് നിങ്ങളെന്ന് കരുതുക.
അങ്ങനെയാണ് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് മെമ്മറി പവർ വർദ്ധിക്കുന്നുണ്ട്. നല്ല എന്താണ് ഫോക്കസ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. പഠിക്കുമ്പോൾ നല്ല ഏകാഗ്രത കിട്ടുന്നുണ്ട്. ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കോളൂ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ മിടുക്കരായിട്ട് പഠിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വിജയം നിങ്ങൾ നേടിയെടുക്കും. അതുപോലെ PSCക്ക് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ സാധിക്കും. പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ സാധിക്കും. അതുപോലെ നല്ല ജോബ് നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് നേടിയെടുത്ത് കഴിഞ്ഞ രംഗങ്ങൾ മനസ്സിൽ നിറയട്ടെ. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ ആ സന്തോഷത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കൂടെ പരീക്ഷ എഴുതുന്നവരുടെ കഴിവിനെ ഓർത്ത് മാനസികമായിട്ട് ഒരിക്കലും തളരരുത്. ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട. എൻ്റെ കഴിവ്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തെക്കുറിച്ച് മാത്രം ആവർത്തിച്ച് ചിന്തിക്കുക. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഓഡിയോയിൽ കാണുന്നത് വരെ ബൈ.